വെൽക്കം ടു ഡേ 5. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ലെസൺ പ്ലാൻസ് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. ലെസൺ പ്ലാൻസ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോംപ്റ്റിലൂടെ എങ്ങനെ ചെയ്യാം, ചാറ്റ് ജിപിടിയോ ജെമിനിയോ ഒക്കെ ഉപയോഗിച്ച് നമുക്കൊരു പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ കണ്ടിരുന്നു. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചില ടൂളുകളുണ്ട്. അതിൽ ഒരുപാട് ടൂളുകൾ ആക്ച്വലി അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട ടൂളുകൾ, നമുക്ക് റിസൾട്ട് കിട്ടുന്ന ടൂളുകൾ നമുക്ക് നോക്കാം. ഈ ടൂളുകളെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഡിസ്ക്ലൈമർ ഉള്ളത്, ഈ ടൂളുകളൊന്നും ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ടൂളുകളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ കേരള സ്റ്റേറ്റ് സിലബസോ അല്ലെങ്കിൽ CBSE ഒക്കെ വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെർഫെക്റ്റ് റിസൾട്ട് ഒന്നും ആയിരിക്കില്ല കിട്ടേണ്ടത്. നമ്മൾ ചാറ്റ് GPT ഉപയോഗിച്ച് ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വേണമെങ്കിൽ CBSE ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സാമ്പിൾ ലെസൺ പ്ലാനോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു പ്രീവിയസ് ലെസൺ പ്ലാനോ നമുക്കൊരു റെഫറൻസ് ആയിട്ട് കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാം. അതിലേക്ക് കുറച്ചുകൂടെ അതുപോലെ തന്നെ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. എപ്പോഴും നമ്മൾ ഇതുപോലെ വളരെ നീഷായിട്ടുള്ള റൂളുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന് പിറകിൽ ഒരു കോഡുണ്ട്. ആ കോഡ് ഉപയോഗിച്ചിട്ടാണ് ഈ AI വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് അത് ചെയ്ത് നോക്കാം. നമ്മളിന്ന് 3 ടൂളുകളാണ് പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ ടൂള്, 2 ടൂളുകൾ ഡെഡിക്കേറ്റഡ് ടൂളുകളാണ്. അതായത് നമ്മൾ വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്ത് നമ്മളത് ആക്സസ് ചെയ്യുന്നു. മൂന്നാമത്തെ ടൂള് നമ്മളുടെ ക്രോം എക്സ്റ്റൻഷൻ ആണ്. അപ്പോൾ ക്രോം എക്സ്റ്റൻഷനിൽ നമ്മൾക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്രോം എക്സ്റ്റൻഷൻസിൽ ആഡ് ചെയ്തിട്ടുള്ള ബ്രിസ്ക് ടീച്ചിങ് എന്ന ടൂള്. ബ്രിസ്ക് ടീച്ചിങ്ങിന്റെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അവിടെ പോയാൽ നമ്മൾ ക്രോം എക്സ്റ്റൻഷൻ ആണ് കാണുക. സോ ബ്രിസ്ക് ടീച്ചിങ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐ ഹാവ് സെലക്ടഡ് വൺ പെർട്ടിക്കുലർ എന്താ പറയുക, ഒരു റിസോഴ്സ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 12th ക്ലാസ് 12 CBSE മാക്രോ എക്കണോമിക്സ് ആൻഡ് ഇറ്റ്സ് കോൺസെപ്റ്റ്സ്, ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്, ഇതാണ് കോൺസെപ്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നോട്ട്സ് ഉള്ള, ഇതിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ നോട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണിത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് എനിക്കൊരു ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി ക്രോം എക്സ്റ്റൻഷന്റെ ലിങ്ക് നമ്മുടെ റിസോഴ്സിലുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഇത് ആക്ടിവേറ്റ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക. ആൻഡ് അതിനുശേഷം നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾക്ക് ഇവിടെ ഒരു ബ്ലാക്ക് ഡോട്ട് പോലെ ഈ ബ്രിസ്ക് ടീച്ചിങ്ങിന്റെ ഐക്കൺ കാണാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ, നമുക്കത് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ ഇപ്പൊ ഞാൻ പ്രസ് ചെയ്തപ്പോൾ അത് പോയി. അപ്പൊ വീണ്ടും ഇവിടെ വന്നിട്ട് എക്സ്റ്റൻഷൻസിൽ വന്നിട്ട് ബ്രിസ്ക് ടീച്ചിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ഹിയർ. ഓക്കെ, ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സം ഓപ്ഷൻസ്. ഇതിൽ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ആണ് നമുക്ക് വേണ്ടത്. ബ്രിസ്ക് ടീച്ചിങ്ങിലെ ബ്രിസ്ക് എഡ്യൂക്കേറ്റർ ഫ്രീ എന്ന് പറഞ്ഞ പ്ലാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഫ്രീ ഫോർ എവർ. ഇവരുടെ പ്രീമിയം പ്ലാനിൽ വേറെ കുറെ അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ക്രിയേറ്റ് ഓപ്ഷനിൽ തന്നെ നമുക്ക് ക്വിസ്, റുബ്രിക് എന്ന് പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ക്വിസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വിൽ ബി യൂസിങ് ദിസ്, നമുക്കത് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. പ്രസന്റേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യാം. ഇതിനകത്ത് വി ഹാവ് എ ലെസൺ പ്ലാൻ ഓപ്ഷൻ. സോ ലെസൺ പ്ലാനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ലെസൺ പ്ലാൻ ആണ്, ഇംഗ്ലീഷ് ആണ്, സ്റ്റാൻഡേർഡ് AI ആണോ, ടർബോ AI ഇസ് എ പ്രീമിയം വൺ, സ്റ്റാൻഡേർഡ് AI ആണ് ഡീഫോൾട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ക്രിയേറ്റ് എ ലെസൺ പ്ലാൻ അബൌട്ട് ദിസ് വെബ് പേജ്. ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് 12th ഗ്രേഡ് ആണെന്നും ഇത് എത്ര മിനിറ്റിന്റെ ലെസൺ പ്ലാൻ ആണെന്നുള്ള ഒരു ഡീഫോൾട്ട് കാൽക്കുലേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി കൊടുക്കാം. ഇവിടെ അവൈലബിൾ ഓപ്ഷൻ. ഇനി ഇത് മാക്സിമം നമുക്ക് 120 മിനിറ്റിലേക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് ക്ലാസ് ആണെന്നുള്ളത് ഈ റിസോഴ്സിൽ നിന്ന് ഡീഫോൾട്ട് ആയിട്ട് പിക്ക് ചെയ്യുന്നതാവാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനുവലി വേണമെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിപ്പോ 12th ഗ്രേഡിൽ തന്നെ കിടക്കുന്നതുകൊണ്ടല്ലേ, ചില റിസോഴ്സ് നമ്മളിപ്പോ ഒരു വെബ് പേജ് അല്ലെങ്കിൽ ബ്രിട്ടാനിക്കയുടെ ഒരു പേജ് ആണെങ്കിൽ അവിടെ ചിലപ്പോൾ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അത് ഏത് ക്ലാസ്സിനുള്ള. ജനറൽ റിസോഴ്സ് ആണെങ്കിൽ നമുക്ക് വേണ്ടത് 6ാം ക്ലാസ്സിനാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു നമുക്ക് എപ്പോഴും വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അതായത് ഇതിന്റെ എന്ത് സ്റ്റാൻഡേർഡ്, അതായത് ഇതിന്റെ ഇംഗ്ലീഷ് ലെവൽ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഏത് എഡ്യൂക്കേഷണൽ റിസോഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കേട്ടോ, ഏത് പോയിന്റിലാണ് വരുന്നത്. ഇതെല്ലാം US ബേസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് അവിടെ കിട്ടുകയില്ല. ആൻഡ് ദെൻ ആഫ്രിക്കൻ അമേരിക്കൻ AP ആൻഡ് ഹൈസ്കൂൾ സെലക്ട് സ്റ്റാൻഡ്, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് നമുക്ക് അവിടെ ഉണ്ട്. ഇത് പക്ഷെ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പൊ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് നമ്മുടെ പ്രോംപ്റ്റിംഗ് ടെക്നിക്സ് ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലെസൺ പ്ലാൻ എങ്ങനെ വേണമെന്നോ അത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കണം, അതിൽ ഈ ഒരു രീതിയിൽ ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കണം, പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കണം. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ന കാര്യങ്ങൾ അതിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പൊ തൽക്കാലം അങ്ങനൊന്നും പോകുന്നില്ല. എന്താണോ ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് കിട്ടുന്നത് നമ്മൾ അത് വെച്ചിട്ട് ഒന്ന് ചെയ്യുകയാണ്. പേഴ്സണലൈസ് ടു മൈ ലേണേഴ്സ് വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പ്രീമിയത്തിൽ വരുന്ന ഒരു സാധനമാണ്. സോ ക്രിയേറ്റ് എ ലെസൺ പ്ലാൻ.
എന്നുള്ള ഓപ്ഷൻ നമ്മൾ ബിൽഡ് ചെയ്തു ആൻഡ് ദെൻ ക്ലിക്ക് ഓൺ ബ്രിസ്കറ്റ്. സോ നമ്മൾ നമ്മുടെ ഇത് സബ്മിറ്റ് ചെയ്യുന്നു. ബ്രിസ്കിൽ എപ്പോഴും വരുന്നൊരു കാര്യം, നമ്മൾ എക്സ്റ്റൻഷൻ ഉപയോഗിക്കുന്നെങ്കിലും ഔട്ട്പുട്ട് അവിടെ അല്ല വരിക, ഔട്ട്പുട്ട് നേരെ നമുക്ക് ഗൂഗിൾ ഡോക്സിലായിരിക്കും ബിൽഡ് ചെയ്ത് തരിക. സോ ഗൂഗിൾ ഡോക്സിൽ ഫസ്റ്റ് ടൈം ആണ് ഉപയോഗിക്കുന്നെങ്കിൽ അതിന്റെ പെർമിഷൻ ഒക്കെ ചോദിക്കും. ഇവിടെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ഡയറക്ട്ലി ഒരു അൺടൈറ്റിൽഡ് ഡോക്യുമെന്റ് നമുക്ക് ഗൂഗിൾ ഡോക്സിൽ ഓപ്പൺ ചെയ്യുന്നു, അതിലേക്ക് നമ്മളുടെ ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് ബിൽഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ടേക്ക് ഫ്യൂ മിനിറ്റ്സ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഔട്ട്പുട്ട് ബിൽഡ് ചെയ്ത് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ യു ക്യാൻ സി നമ്മളിത് പയ്യെ അത് ബിൽഡ് ചെയ്ത് വരുന്നത് നമുക്കിത് കാണാൻ സാധിക്കും, എന്താണ് പ്രോസസ് എന്നൊക്കെ ഉള്ളത്. സോ ഇറ്റ് വിൽ ടേക്ക് ഫ്യൂ മിനിറ്റ്സ് ആൻഡ് ബേസ്ഡ് ഓൺ നിങ്ങളുടെ നെറ്റ്വർക്ക് കണക്ടിവിറ്റിയും ഇതിന്റെ ഒരു സ്പീഡും റെസ്പോൺസ് സ്പീഡും ഒക്കെ അനുസരിച്ചിരിക്കും. സോ 50 മിനിറ്റ്സിൽ 12th ഗ്രേഡിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിലുണ്ടോ ഇതിന്റെ ഫോർമാറ്റിംഗ് ഒക്കെ ഉൾപ്പെടെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. നമ്മൾ ചാറ്റ് ജിപിടിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചാറ്റ് ജിപിടിയിലൊക്കെ ഫോർമാറ്റിംഗ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അതിനെ ഒരു വേർഡിലേക്കൊക്കെ കോപ്പി ചെയ്യുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇവിടെ ഈ ജനറൽ കുറെ സാധനങ്ങൾ, കോർ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓൾറെഡി ഈ പറഞ്ഞൊരു US എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ബേസിൽ നിന്ന് എടുത്തിട്ടുള്ള കുറെ ഡീഫോൾട്ട് സാധനങ്ങൾ അതിൽ വരുന്നതാണ്. നമുക്ക് വേണ്ട സാധനങ്ങൾ എടുക്കുക, നമുക്ക് വേണ്ട ചേഞ്ചസ് വരുത്തുക എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പൊ എപ്പോഴും ഈ ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൽ ഏത് ഈ കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ മാനുവലി ചെയ്തത് ആണോ നല്ലത്, അതോ ഇവിടെയാണോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഔട്ട്പുട്ട് വരുന്നത് എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. സോ ഇൻ ഫ്യൂ മിനിറ്റ്സ് this entire lesson plan will be created in Google Docs, and ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് ചാലഞ്ചും ഇതായിരിക്കും, ടു ക്രിയേറ്റ് എ ലെസൺ പ്ലാൻ യൂസിങ് നമ്മുടെ ബ്രിസ് ടീച്ചിങ് എന്ന് പറയുന്ന നമ്മളുടെ എക്സ്റ്റൻഷൻ ഉപയോഗിച്ച്, ക്രോം എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മളൊരു റെഫറൻസ് ഒക്കെ കൊടുത്തു. ഇനി അതല്ലാതെ നമുക്കൊരു ടോപ്പിക് ബേസ് ചെയ്തിട്ട് ലെസൺ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഓപ്ഷൻ ആണ് എഡ്യൂഎയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ്. എഡ്യൂഎയ്ഡും അഗെയിൻ ഫ്രീ ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സ് ആണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ പോലെ ദാറ്റ്സ് എ ഫ്രീമിയം മോഡൽ. കാരണം കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ക്രെഡിറ്റ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് വിൽ ഹാവ് ടു അപ്ഗ്രേഡ് ദ പ്ലാൻ. പക്ഷെ കുറെ അധികം തവണ നമുക്കിത് ട്രൈ ചെയ്യാൻ പറ്റും. സോ എഡ്യൂഎയ്ഡിന്റെ ഒരു ജനറൽ ഐ എം റിയലി സോറി അബൌട്ട് ദിസ്. ഞാൻ പലതവണ എഡിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെയ്യാനാണ്, അറിയാതെ ബ്രെക്സിറ്റ് എന്ന് കയറിയതാണ് ബ്രിസ് ടീച്ചിങ്ങിന് പകരം. ബ്രിസ് ടീച്ചിങ്ങിൽ നമ്മൾ കണ്ടതുപോലെയല്ല, ഇത് കുറച്ചും കൂടി നമുക്ക് ഒരു എന്താ പറയാ, കുറച്ചുകൂടെ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് തോന്നും. പ്ലസ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു വെബ് പേജിൽ നിന്നൊന്നും അല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്ക് ജസ്റ്റ് ഒരു ക്ലാസ്സും ടോപ്പിക്കും ഒക്കെ മാത്രമാണ് ഉള്ളെങ്കിൽ ദിസ് ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ. അപ്പൊ ഇവിടെ ബേസിക് ആയിട്ട് ലെസൺ പ്ലാൻസ് മാത്രമല്ല കണ്ടോ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലെസൺ പ്ലാനിൽ തന്നെ പല മോഡൽസ് ഉണ്ട്. ഇപ്പൊ ലെസൺ പ്ലാൻ 5E ഉണ്ട്, ലെസൺ പ്ലാൻ 9 events ഓഫ് ഇൻസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടുണ്ട്, മോണ്ടിസോറി ലെസൺ പ്ലാനർ ഉണ്ട്. ഇവിടെ പുതിയ ഇടയ്ക്കിടയ്ക്ക് അവർ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് പുതിയ ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്യും. ആൻഡ് ദീസ് ആർ ഓൾ കംപ്ലീറ്റ്ലി ഫ്രീ. അപ്പൊ ഇവിടെ ബേസിക്കലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒന്ന്, നമ്മൾ ഏത് സബ്ജക്റ്റ് ആണെന്ന് ചൂസ് ചെയ്യുക, അവിടെയും ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഇതിൽ നിന്ന് അവൈലബിൾ ഓപ്ഷനിൽ നിന്ന് നമുക്ക് വേണ്ടതുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. രണ്ട്, നമ്മൾ ഏത് ക്ലാസ് ആണെന്നുള്ളതും അതും ഇതുപോലെ നമുക്ക് ചൂസ് ചെയ്യാം. 5th ഗ്രേഡ് വരെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് മിഡിൽ സ്കൂൾ, അപ്പോൾ അണ്ടർ ക്ലാസ്, അപ്പർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഫോളോ അപ്പ് അങ്ങനെ അതാണ് വരിക. ഇവിടെ തന്നെ ഇത് പ്ലാനിങ്ങിലാണ് വരിക. ഇനി മുന്നോട്ട് നോക്കി കഴിഞ്ഞാൽ വി ഹാവ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ്, കോപ്പറേറ്റീവ് ലേണിംഗ്, ഗെയിമിഫൈഡ് ഓപ്ഷൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ക്വിസ് ക്രിയേറ്റ് ചെയ്യാനും ഈ അസസ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു വണ്ടർഫുൾ ടൂളാണ് എഡ്യൂഎയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാനിങ്ങിൽ നമ്മൾ വരുന്നു. പ്ലാനിങ്ങിൽ നമുക്ക് വേണ്ടത് ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മൾ 5E മോഡൽ വെച്ചിട്ട് ലെസൺ പ്ലാൻ ആണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ ക്ലിക്ക് ഓൺ ദാറ്റ് ആൻഡ് ദെൻ വീണ്ടും ഇവിടെ നമ്മളുടെ ടോപ്പിക് ഉണ്ട്. ഓൾറെഡി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കണം. ക്ലാസ് 12 സയൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ലെറ്റ്സ് സേ നമുക്ക് സോഷ്യൽ സയൻസ് തന്നെ എടുക്കാം. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് മാക്രോ എക്കണോമിക്സ് എന്ന് മാത്രം, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് എന്ന് മാത്രം നമുക്ക് കൊടുത്തിട്ട് ഇത് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട്, ബിക്കോസ് നമ്മൾ ഇവിടെ റെഫറൻസ് ഒന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഔട്ട്പുട്ടിൽ എന്ത് വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. സോ ഇറ്റ്സ് അപ് ടു യു. നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് വീണ്ടും അതിനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോംപ്റ്റിലെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇവിടെ ഈ 0 to 15 കാണുന്നത് നമ്മുടെ ഈ മന്ത്ലി ലിമിറ്റ് ആണ്. മന്ത്ലി നമുക്ക് 15 ഡോക്യുമെന്റ്സ് ആണ് ഇതുപോലെ ഇതിന്റെ ഫ്രീ വേർഷനിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കുക. സോ ലെറ്റ്സ് ക്ലിക്ക് ഓൺ എൻഹാൻസ്. ഈ റൈറ്റ് സൈഡിൽ നോ റിസോഴ്സസ് ഓപ്പൺ എന്ന് കാണിക്കുന്ന സ്ഥലത്താണ്
നമ്മളുടെ പുതിയ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൊടുത്ത ഔട്ട്പുട്ട് വരിക. ഇപ്പൊ ഇവിടെ കണ്ടോ, നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് കൊടുത്ത സാധനത്തിൽ തന്നെ ഇതൊന്ന് എൻഹാൻസ് ചെയ്തോ. നമ്മൾ ഈ എൻഹാൻസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനാണ് അത് സംഭവിക്കുക. ഇനി ക്ലിക്ക് ഓൺ വർക്ക് സ്പേസ്. അപ്പൊ ഇത് നോക്കേണ്ടത് ഈ എൻഹാൻസ് ഓപ്ഷൻ, ഇറ്റ്സ് എൻ AI ഓപ്ഷൻ ഇറ്റ് സെൽഫ്. Key macroeconomic concepts including GDP, inflation, unemployment to understand their impact on economic stability and growth. ഇതൊക്കെ നമ്മളുടെ സിലബസിൽ ഉള്ളതാണോ, ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതാണോ, അതോ ഇനി കൂടുതൽ സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ടോ? ചിലപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടുമ്പോൾ വിൽ തിങ്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, അങ്ങനെയാണ്, ഇതാണല്ലേ കോർ ഫോക്കസ് വരുന്നത്, നമുക്ക് 2 പോയിന്റ്സ് കൂടെ ആഡ് ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ വൺസ് യു ഹാവ് ഫൈനലൈസ്ഡ്, ഒന്നുകിൽ ഇങ്ങനെ പോവുക അല്ലെങ്കിൽ വീണ്ടും ഡിഫോൾട്ട് ഓപ്ഷനിലേക്ക് പോവുക. ക്ലിക്ക് ഓൺ R2 വർക്ക് സ്പേസ്. ഇവിടെയാണ് ലെസൺ പ്ലാൻ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് R2 വർക്ക് സ്പേസിൽ. അപ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ വർക്ക് സ്പേസ് ഉള്ളത്. ലെസൺ പ്ലാനിൽ ഇവിടെ കണ്ടോ, ലെസൺ സീഡ് ഇറ്റ്സ് ഗെറ്റിംഗ് ജനറേറ്റഡ്. സോറി, ഇവിടെ ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഞാൻ ലെസൺ സീഡ് ആണ് സെലക്ട് ചെയ്തത്, ഇവിടെ ലെസൺ പ്ലാൻ സെലക്ടഡ് ആയില്ല. സോ ലെറ്റ്സ് ഡു ദിസ് വൺസ് അഗെയിൻ ആൻഡ് R2 വർക്ക് സ്പേസ്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യങ്ങളുണ്ട്. ഓൾറെഡി നമ്മൾ ഓരോന്നും ജനറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ റൈറ്റ് സൈഡിൽ വന്ന് കിടക്കും. ഫസ്റ്റ് വൺ ഇസ് ഹിയർ. ഇനി ഞാൻ അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ സീ ദ ലെസൺ സീഡ് ഹിയർ ആൻഡ് ലെസൺ പ്ലാൻ 5E ലെസൺ പ്ലാൻ ഇസ് ഓൾസോ ഹിയർ. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇത് വേണേൽ റീജനറേറ്റ് ചെയ്യാം, നമുക്ക് ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാം. പക്ഷേ വിച്ച് ഇസ് എ പ്രീമിയം ഓപ്ഷൻ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് എഡിറ്റ്സ് വരുത്താം, ഇത് ഫുൾ ആയിട്ട് നമുക്ക് കോപ്പി ചെയ്യാം. ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ആണ് ഇവിടെ തരുന്നത്. സോ എൻഗേജ്, ഈ 5E ഓപ്ഷൻസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഈ ലെസൺ പ്ലാൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എലാബറേറ്റ്, ഇവാലുവേറ്റ്, ഇതൊക്കെ വെച്ചിട്ട് വി ഹാവ് എ ലെസൺ പ്ലാൻ ഹിയർ. സോ തിങ്ക് അബൌട്ട് ദിസ്. നമ്മൾ എത്ര മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ തുടങ്ങി, ഞാൻ ഈ ഡിസ്കഷൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 12 മിനിറ്റ് ആവുന്നേ ഉള്ളൂ. ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ആക്ച്വലി 12 മിനിറ്റിലേക്കൊക്കെ പോയത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് സമയം എടുത്തു. നമ്മൾ ആക്ച്വലി 2 ഡിഫറെന്റ് ടൂളുകൾ ഉപയോഗിച്ചു, 2 ഡിഫറെന്റ് ലെസൺ പ്ലാനുകൾ ഒരേ ടോപ്പിക്കിൽ തന്നെ ബിൽഡ് ചെയ്തു. So this will be using Eduaid and creating a lesson plan will be customized to your requirements will be the second challenge. Third challenge-ലേക്ക് നമ്മൾ പോകുന്നത് മാജിക് സ്കൂൾ എന്ന ടൂളിലേക്കാണ്. മാജിക് സ്കൂൾ അഗെയിൻ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. മാജിക് സ്കൂൾ കുറച്ചും കൂടെ ഒരു സ്കൂൾ മാനേജ്മെന്റിലേക്ക് ഫുൾ ആയിട്ട് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ്. അതായത് ഇവിടെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു നമ്മളിപ്പോൾ എഡ്യൂവേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് ബിൽഡ് ചെയ്യുന്നു, നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് ഇത് കിട്ടുന്നു, നമ്മൾ ഇത് കോപ്പി ചെയ്ത് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു എൻവയോൺമെന്റിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണെങ്കിൽ മാജിക് സ്കൂൾ കുറച്ചുകൂടെ ഒരു നെക്സ്റ്റ് ലെവൽ ടൂളാണ്. ഇവിടെ നമുക്ക് എന്താ പറയുക, കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് കൊണ്ടുവരാം എന്നൊക്കെയുള്ളതാണ്. മാജിക് സ്റ്റുഡന്റ് ഓപ്ഷൻ ഉണ്ട്. സോ സ്റ്റുഡൻസ് ക്യാൻ ഓൾസോ ജോയിൻ ദിസ്. അവർക്ക് ലേണിംഗിൽ അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റിസോഴ്സ് ഡയറക്ട്ലി സ്റ്റുഡൻസിന് ഷെയർ ചെയ്യാം. സോ എഡ്യൂഎയ്ഡിൽ കണ്ട പോലെ തന്നെ മാജിക് സ്കൂളിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. യൂട്യൂബ് വീഡിയോ സമ്മറൈസർ, റൂബ്രിക് ജനറേറ്റർ, ഇൻഫർമേഷണൽ ടെക്സ്റ്റ്, അക്കാഡമിക് കോണ്ടന്റ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. യൂണിറ്റ് പ്ലാൻ, ഈവൻ ഇത് കണ്ടോ നമ്മുടെ ഔട്ട്സൈഡ് ദിസ് വരുന്ന ഇമേജ് ജനറേറ്റേഴ്സ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലെസൺ പ്ലാനിന്റെ ഓപ്ഷൻ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. സോ വിൽ ഗോ ടു ദ ലെസൺ പ്ലാൻ ജനറേറ്റർ, AI ലെസൺ പ്ലാൻ ജനറേറ്റർ ഇൻ മാജിക് സ്കൂൾസ് AI. ഇവിടെ കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കാണാം. മാജിക് സ്കൂളിൽ നമ്മൾ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്യാൻ, നമുക്ക് ഐസ് ബ്രേക്കേഴ്സ് ബിൽഡ് ചെയ്യാൻ ഒക്കെ കാര്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. സോ ഗ്രേഡ് ലെവൽ നമ്മൾ വീണ്ടും ഇവിടെ നമ്മൾ 12 കൊടുക്കുന്നു. ടോപ്പിക്, സ്റ്റാൻഡേർഡ് ഓർ ഒബ്ജക്റ്റീവ്. ടോപ്പിക് ഇത് നമുക്ക് എന്താണെന്ന്, അതായത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. ഓക്കെ, ലെറ്റ്സ് സേ നമ്മൾ കൊടുക്കുന്നു ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് CBSE സിലബസ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അഡീഷണൽ ക്രൈറ്റീരിയ നമുക്ക് ഇതാണ്ടോ, എന്ത് രീതിയിലാണ് നമ്മൾ ഇത് ബിൽഡ് ചെയ്യേണ്ടത്. സ്റ്റുഡൻസ് സ്റ്റാൻഡേർഡ് സെറ്റ്സ് ടു അലൈൻ ടു, ഇങ്ങനെ നമുക്ക് വേൾഡ് വൈഡ് സ്റ്റാൻഡേർഡ്സ് ആണ് യൂഷ്വലി പറയുന്നത്. പക്ഷെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കാം, എക്സ്പെരിമെന്റ് വിത്ത് ദിസ്. സോ ഇറ്റ് യൂഷ്വലി വർക്ക്സ്. നമുക്ക് ഇവിടെ ഇതൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ടോപ്പിക്ക് മാത്രം കൊടുക്കുക. ആൻഡ് ലെസൺ പ്ലാനിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വേണം, അത് എന്ത് ടൈപ്പ് ഓഫ് ലെസൺ പ്ലാൻ ആണ് നമുക്ക് ബിൽഡ് ചെയ്യേണ്ടത്, അതിലെന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ 5E മോഡൽ ഒന്നും ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു സെറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടോ, അതിലെ ഔട്ട്പുട്ടിനെ പറ്റി നമുക്ക് എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. ദെൻ ക്ലിക്ക് ഓൺ ജനറേറ്റ്. ദെൻ മാജിക് സ്കൂൾസ് AI വിൽ ജനറേറ്റ് യുവർ ലെസൺ പ്ലാൻ. ഇതിൽ ഏറ്റവും ക്വിക്ക് ആയിട്ട് ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തരുന്നത് എനിക്ക് തോന്നുന്നു എഡ്യൂഎയ്ഡും മാജിക് സ്കൂളും തന്നെയാണ്. എഡ്യൂഎയ്ഡ് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാജിക് സ്കൂൾ യു വിൽ ഹാവ് ടു ജസ്റ്റ് വെയിറ്റ് ഫോർ ദ എൻ്റയർ തിങ്. ബട്ട് സി ക്വിക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഡിലേ ഉണ്ടെന്നല്ല, പക്ഷെ സ്റ്റിൽ
ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, പലതവണ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയത് വെച്ചിട്ട്. സോ വി ഹാവ് പ്രോംപ്റ്റ് ഹിയർ, നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റാം. ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്, അസസ്മെന്റ്, കീ പോയിന്റ്സ്, ഓപ്പണിംഗ്, ഇൻട്രൊഡക്ഷൻ ടു ന്യൂ മെറ്റീരിയൽ, ഗൈഡഡ് പ്രാക്ടീസ്, ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ്, ക്ലോസിംഗ്, എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി, ഹോംവർക്ക്. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ അത് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പോലെ അല്ല, കുറച്ചുകൂടെ ഫോർമൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് അഡ്രസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വീണ്ടും ലൈക്ക് എന്താ പറയുക, കസ്റ്റമൈസ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രീമിയം പ്ലാനിൽ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷെ ബേസിക്കലി വിൽ ഹാവ് ദ ലെസൺ പ്ലാൻ. ഇനി ആക്ഷൻസ് ഉണ്ട്, ട്രാൻസ്ലേറ്റ്, ലെങ്ത്, സമ്മറൈസ്. നമുക്ക് ഇതൊന്നും ഇവിടെ ആവശ്യമില്ല, ഇത് ജനറൽ ടൂളുകളാണ്. മാജിക് സ്കൂളിലെ എല്ലാ പ്രോംപ്റ്റ് വരുന്ന സമയത്ത് ഇതുപോലെ ജനറൽ സാധനങ്ങൾ കിട്ടാറുണ്ട്. യു ക്യാൻ കോപ്പി ദിസ് ഫ്രം ഹിയർ, യു ക്യാൻ എഡിറ്റ് ദിസ്, you have a read aloud option also. Then more over, you can save this resource. When you click on save, you can, like for example, lesson plan class 12 macro economics എന്ന പേരും കൊടുത്തിട്ട് you can save this resources. നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് ഇത് സേവ് ചെയ്യും. സോ you can copy this Google Docs ലേക്ക് നമുക്ക് മാറ്റാനും ഒക്കെ നമുക്ക് പറ്റും.